ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ നീതിക്കായി പോരാടാൻ അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ്. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുല്ലൈലി. അതിരാത്രത്തിന്റെ ഭാഗമായി വിദ്വൽ സദസ്. അറുപത്തിമൂന്നാമത് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന് മെയ് 3 കോഴിക്കോട്ട് തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ നീതിക്കായി പോരാടാൻ അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ഗ്രൂപ്പ്. സിനിമാ താരം ദിലീപ് അടക്കം 4 പേരെ തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടയച്ച വിധി അന്യായമാണെന്നും വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ്, അതായത് നിയമപരമായിട്ടുള്ള ഫൈറ്റിൽ ഞങ്ങളെ കൊണ്ടാവുന്നുണ്ട് സുപ്രീം കോടതി ലോയേഴ്സിനെ കൊണ്ടുവരാനും ഇനി അടുത്ത സ്റ്റെപ്പിലെങ്കിലും നല്ല ഒരു പോരാട്ടമെങ്കിലും കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തുവെന്ന് ആക്ഷേപിക്കപ്പെട്ടവർക്കെതിരെ നീതിപൂർവമായ അന്വേഷണവും തക്കതായ ശിക്ഷയും ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്ന് അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവറാണ് അതിജീവിതയെ ഹൈക്കോടതിയിൽ പ്രതിനിധീകരിക്കുക. ഹൈക്കോടതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഭദ്രകുമാരി, അഡ്വക്കേറ്റ് ജെ സന്ധ്യ അടങ്ങുന്ന ടീമും അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവറോട് ചേർന്ന് പ്രവർത്തിക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമപരമായ പോരാട്ടം നടത്തുന്ന അതിജീവിതമാർക്ക് പിന്തുണ നൽകുക എന്നതാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അജിത കെ, ദീദി ദാമോദരൻ, ഭാഗ്യലക്ഷ്മി, ജോസഫ് കെ മാത്യു, പ്രകാശ് ബാരെ, സോണിയ ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 63ാമത് കേരള സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് മെയ് 3 മുതൽ 8 വരെ കോഴിക്കോട്ട് നടക്കും. HS ഡേവിഡ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയാണ് ടൂർണമെന്റ്. ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ നിർവഹിക്കും. 63ാമത് കേരള സംസ്ഥാന സീനിയർ ചെസ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോട്ട് വരികയാണ്. ചെസ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന യുവജനോത്സവം പോലെ തന്നെ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ കളിക്കാരും പങ്കെടുത്ത് ആഘോഷമാക്കുന്ന ഒരു മത്സരമാണ് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ്. കോഴിക്കോട് കോവിലിനടുത്തുള്ള റൂക്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമിയിൽ വെച്ചാണ് ചെസ് മത്സരം നടത്തുന്നത്. ചെസ് മത്സരത്തിൻ്റെ പ്രത്യേകത, പഴയ ഒരു ജൂനിയർ താരം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ HS ഡേവിഡ് മെമ്മോറിയൽ ട്രോഫി, അദ്ദേഹമാണ് അതിൻ്റെ 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ട്രോഫി. ഇതിൽ പങ്കെടുക്കുന്ന 1 മുതൽ 4 വരെ സ്ഥാനം നേടുന്നവരാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുക. 300ഓളം കളിക്കാർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഫെഡറേറ്റഡ് മത്സരത്തിൽ 1 മുതൽ 4 വരെ സ്ഥാനം നേടുന്നവരായിരിക്കും ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്. റേറ്റിംഗ് ഇല്ലാതെ ചെസ് താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഫിഡെ റേറ്റിംഗ് നടത്തുവാനും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിലൂടെ അവസരം ലഭിക്കും. കോഴിക്കോട് ജില്ലാ ചെസ് അസോസിയേഷനും റൂക്ക് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമിയും ചാണക്യ ചെസ് അക്കാദമിയും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മെയ് 3 കോഴിക്കോട് മേയർ ഒ സദാശിവൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ MC മനോജ്, കൺവീനർ ദിനേശ് ബാബു, ചെസ് അസോസിയേഷൻ കേരള പ്രസിഡന്റ് കുഞ്ഞി മൊയ്തീൻ, ജില്ലാ സെക്രട്ടറി KV വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
അതിരാത്രത്തിന്റെ ഭാഗമായി കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങ് വേദമഹാമന്ദിരത്തിൽ വിദ്വൽ സദസ്സ് നടന്നു. ഡൽഹി സർവേ ഭവന്തു സുഖിനോ ട്രസ്റ്റ് അധ്യക്ഷൻ ജിതേന്ദ്ര ഗാട്ടിയ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ മുന്നേറുമ്പോൾ മനുഷ്യരാശിക്ക് ആശ്രയിക്കാനായി മുറുകെ പിടിക്കാൻ വേദങ്ങൾ മാത്രമേയുള്ളൂവെന്ന് വിദ്വൽ സദസ് ഉദ്ഘാടനം ചെയ്ത ഡൽഹി ആസ്ഥാനമായുള്ള സർവേ ഭവന്തു സുഖിനോ ട്രസ്റ്റ് അധ്യക്ഷൻ ജിതേന്ദ്ര ഗാട്ടിയ പറഞ്ഞു. കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ആചാര്യ MR രാജേഷ് അനുഗ്രഹ ഭാഷണം നടത്തി. അടുത്ത എൻ്റെ 10 കൊല്ലത്തെ വർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഓരോ വീടുകളിലും വേദമന്ത്രങ്ങൾ എത്തിക്കുക എന്നത്. ഓരോ വീട്ടിലും വേദം എത്തിക്കുക എന്നുള്ളതാണ് ഭാരതത്തിന്റെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ സർവജ്ഞാനമയോഹിസ എന്ന് പറയുന്ന വേദത്തെ ഓരോ വീട്ടിലും എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. കാരണം അത് ഒരു പ്രത്യേക കാര്യത്തെയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുണ്ടാക്കും, നമ്മുടെ ജീവിതത്തിനൊരു ദർശനം ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിനൊരു ഡിസിപ്ലിൻ ഉണ്ടാവും, നമ്മുടെ ജീവിതമേ മാറ്റിമറിയും. ഒരു വ്യക്തി കൊണ്ടൊന്നുണ്ടായ സംഭവം എന്നല്ല കാശ്യപാശ്രമം. ഇതൊരു വലിയ ടീമിന്റെ പ്രവർത്തനം. ആളുകൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അപ്പൊ അത്രയും ഗൗരവമായി അത് ചെയ്തു എന്നത് ആ ടീം അംഗങ്ങൾക്ക് രാത്രി ഉറങ്ങാതെയും ഉറക്കൊഴിച്ചും 1.5 മാസം കൊണ്ടാണ് വി ഡിസൈഡഡ് ദിസ്. അതിരാത്രം ഷീന ചിത്രാംഗതൻ അധ്യക്ഷത വഹിച്ചു. ആഗ്ര ആര്യ സമാജ പ്രസിഡന്റ് രംഗലാൽ ഗൗതം ആര്യ മുഖ്യാതിഥിയായി. സി സുരേഷ്, പി ജയദേവൻ, ശില്പി താജി, M ഗംഗാധരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. കലാസന്ധ്യയിൽ മാതാ പേരാമ്പ്ര അവതരിപ്പിച്ച മഹർഷി ദയാനന്ദം എന്ന രംഗാവിഷ്കാരമുണ്ടായിരുന്നു. ഭക്തിഗാനം, സംഗീത കച്ചേരി എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുല്ലൈലി. CSCO അഭയം പദ്ധതിയിൽ 25ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് ബീച്ച് കസ്റ്റംസ് റോഡിൽ സാഹിബ് പറമ്പിൽ നിരാലംബയായ വീട്ടമ്മയ്ക്കാണ് CSCO അഭയം പദ്ധതിയിലെ 25ാമത് വീടിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുന്നത്. കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുല്ലൈലി കർമ്മം നിർവഹിച്ചു. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പലിശ സംവിധാനം എത്രത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു പരിധിവരെ ആളുകൾക്ക് സംരക്ഷണം നൽകാൻ നമ്മൾ സാധിക്കുമെന്നുള്ളതാണ്. അതിലകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലരും അതിൻ്റെ ഉപയോഗപ്പെടുത്തുന്നു, മറ്റുള്ള ആളുകളാണ് അത് വാങ്ങി പോകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നാമൊക്കെ ചെയ്യേണ്ടവരാണ്. തീർച്ചയായും CSCOയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ 70 വർഷത്തിനിടയിൽ CSCO ചെയ്ത പ്രവർത്തനങ്ങൾ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ്. CSCO പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ്. ആ വീടിനുള്ള സ്വപ്നം ഒരു 1.5 വർഷം കൊണ്ടിട്ട് 25 വീടുകൾ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് വലിയ ഒരു സത്യം നാം ഇവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ SM സാലിഹ്, K നൌഷാദ് അലി, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, PT മുഹമ്മദ് അലി, ആദം ഖാദിരിയകം, അഡ്വക്കേറ്റ് PN റഷീദ് അലി,
പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മെഹബൂബ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 17 വർഷങ്ങൾ പിന്നിട്ട് ബേപ്പൂർ സ്വരലയ റെസിഡൻസി വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൗൺസിലർ കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സമന്വയ റെസിഡൻസിയുടെ 17ാം വാർഷികാഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. 48ാം വാർഡ് കൗൺസിലർ കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുഭാഷ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. എൻ്റെ നാട്ടിൽ കണ്ണൂർ കേളകം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തി, ഒരു മകൻ കൊലപ്പെടുത്തിയിട്ട് മയക്കുമരുന്നിന് അടിമപ്പെടുത്തി കൊലപ്പെടുത്തിയ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞോ അറിയില്ല. അതാണ് നമ്മുടെ യുവതലമുറ ഈ ലഹരിക്ക് അടിമപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അവരുടെ കൂട്ടുകെട്ടാണ്. നമ്മുടെ കൊച്ചുമക്കൾ ആരോടുകൂടിയാണ് കൂട്ടുകെട്ടുന്നത്, അവരെവിടെ പോകുന്നു, ഏത് സമയത്താണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്, അതൊന്നും നമ്മുടെ സമൂഹം ഇപ്പോൾ അറിയുന്നില്ല. വീട്ടുകാരും അന്വേഷിക്കുന്നില്ല, നാട്ടുകാരും അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ യുവാക്കളും കുട്ടികളും എവിടെയാണ് പോകുന്നത്, അവരുടെ അവരുടെ കൂട്ടുകാരൊക്കെ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും അവരുടെ വഴി തെറ്റാതെ അവരെ നേർവഴിക്ക് നയിക്കാനും ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ, എൻ്റെ വീട് കണ്ണൂരാണ്, ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ വരുമ്പോൾ എൻ്റെ പോലീസുകാർ വണ്ടി എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം അങ്ങനെ വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ, ഈ പ്രദേശത്ത് ഞങ്ങൾ വരുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, നിങ്ങൾ ഈ ശക്തമായ കൂട്ടായ്മ ഉള്ളതിനാൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. പോലീസിന് ഇവിടെ വരേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ ഈ കൂട്ടായ്മയുടെ. പ്രസിഡന്റ് സി മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. മുൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ അഹമ്മദ്, ഹനീഫ ഹാജി, EP അജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ട്രഷറർ PV മൊയ്തീൻ, സെക്രട്ടറി മനാഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പഴയ പൂഴിക്കടവ് പ്രദേശത്താണ് ആഘോഷ പരിപാടികൾ അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലവ്ലി ഫ്രണ്ട്സ് കല്ലായി വാർഷിക കുടുംബ സംഗമം സ്നേഹസംഗമമായി ആഘോഷിച്ചു. മുതിർന്ന അംഗം ഫിലോമിന ഫെർണാണ്ടസ് ദീപം തെളിയിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ സേവന ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ 40 വർഷക്കാലമായി കല്ലായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ലവ്ലി ഫ്രണ്ട്സ് വാർഷിക കുടുംബ സംഗമം മോഡേൺ ബസാർ ഫുഡ് പാലസിൽ നടന്നു. മുതിർന്ന അംഗം ഫിലോമിന ഫെർണാണ്ടസ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ലവ്ലി ഫ്രണ്ട്സ് പ്രസിഡന്റ് അരുൺകുമാർ നമ്പയിൽ അധ്യക്ഷനായിരുന്നു. നമ്മൾ 40 വർഷം മുന്നേ നമ്മൾ ക്ലബ്ബ് ഉണ്ടായ സമയത്ത് നമ്മളുണ്ടായ പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾ എല്ലാ കൊല്ലവും പറയുന്നതാണ്. ഈ കൊല്ലം ഞാൻ കമ്മിറ്റി പറഞ്ഞത് അവരുടെ പറഞ്ഞുകൊടുക്കുമ്പോഴേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പുറത്തേക്ക്, കാരണം ഒരു ബോർഡ് വാങ്ങാൻ പോലും ക്യാഷില്ലാത്ത കാലഘട്ടത്തിൽ ഒരു 60% ആളുകൾക്ക് ജോലിയില്ല. പഠിക്കുന്ന കാലഘട്ടം 5-6 ആളുകൾ മാത്രമാണ് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അവരുടെ എല്ലാവരുടെയും സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലബ്ബ് നിലനിന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സെക്രട്ടറി ബൈജു KP, ജോയിന്റ് സെക്രട്ടറി അനൂപ് താഴത്തയിൽ, ട്രഷറർ സോജു ചെഞ്ചേരി, വൈസ് പ്രസിഡന്റ് ഷിനൻ KK, വനിതാ വിഭാഗം പ്രസിഡന്റ് മിലി ബൈജു, സെക്രട്ടറി പ്രിയ ഷിനൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിലും സ്കൂൾ അത്ലറ്റിക് മീറ്റിലും മികവ് തെളിയിച്ച N അനന്യയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എരഞ്ഞിപ്പാലം വാഴത്തുരുത്തി റെസിഡൻസ് അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ വിനീത സജീവ് ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾ അരങ്ങേറി. വിപുലമായ പരിപാടികളോടെയാണ് എരഞ്ഞിപ്പാലം വാഴത്തുരുത്തി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷങ്ങൾ നടന്നത്. വാഴത്തുരുത്തി പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലറും കോർപ്പറേഷൻ നികുതി അപ്പീൽ കാര്യ കമ്മിറ്റി ചെയർപേഴ്സണുമായ വിനീത സജീവ് നിർവഹിച്ചു. നാളെ തന്നെ ആരോടോ കുറെ കാര്യങ്ങൾ ഈ ലഹരി മാഫിയയുടെ എതിരെയുള്ള സംസാരങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളൊന്നും വീട്ടിൽ പോണില്ല, അവർക്കൊക്കെ എന്താ വീട്ടിൽ പോയല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തടിച്ച പോലെ ആയിപ്പോയി എന്റെ മറുപടി. ഞാൻ പറഞ്ഞു അതിന് നമ്മളെ പറഞ്ഞാൽ മതി, പാരന്റ്സിനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് തിരിച്ചു വരാൻ തോന്നുന്ന ഇടങ്ങളായിട്ട് വീടുകൾ മാറണം എന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പുറത്തിരുന്നു എന്ന് വരും. വീട്ടിൽ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ പുറത്തു പോയി എന്ന് വരും ചിലപ്പം. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ സംഗമങ്ങളുടെ ഇങ്ങനത്തെ മീറ്റിംഗ്സിന്റെ ആവശ്യം, ഇമ്പോർട്ടൻസ് വളരെ ഏറെ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട കാര്യം. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രശസ്തി തെളിയിച്ചവരെ ആദരിച്ചു. 2017 നോൺ ഫീച്ചർ ഫിലിമിൽ ഏറ്റവും നല്ല മലയാളം സിനിമ ഐ ടെസ്റ്റിന് സിനിമോട്ടോഗ്രാഫി നാഷണൽ അവാർഡ് നേടിയ അപ്പു പ്രഭാകർ, കോഴിക്കോട് നടന്ന ഓപ്പൺ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 100 ടണ്ണേജ് ഗേൾസ് ഫൈനലിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഭദ്ര ദിലീപ് നാരായണൻ, പ്രശസ്ത നാടക കലാകാരനായ കെ വാസുദേവൻ എന്നിവരെയാണ് ആദരിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KP സതീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് കൗൺസിലർ MN പ്രവീൺ, EPRC പ്രസിഡന്റ് PJ മാത്യൂസ്, കുണ്ടൂർ പ്രകാശ്, റെസിഡൻസ് സെക്രട്ടറി PM ജീജാബായി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റെസിഡൻസിയിലെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റുവരവിൽ റെക്കോർഡ് വളർച്ചയുമായി മൈജി. കഴിഞ്ഞ വർഷം 5500 കോടിയായിരുന്നത് 2026-27 വർഷത്തിൽ 7500 കോടിയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നതെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി പറഞ്ഞു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം കിച്ചൺ അപ്ലയൻസസ് മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസസ് നെറ്റ്വർക്കായ മൈജി കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയത് റെക്കോർഡ് വിറ്റുവരവ്. ലക്ഷ്യമിട്ടത് 5000 കോടി രൂപയായിരുന്നെങ്കിൽ 5500 കോടി രൂപ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞതായി മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി അറിയിച്ചു. കഴിഞ്ഞ ഓണവിപണിയിൽ മാത്രം 1600 കോടി വിറ്റുവരവ് നടന്നു. 2026-27 വർഷത്തിൽ 7500 കോടി രൂപയാണ് ലക്ഷ്യം. ജീവനക്കാരുടെ എണ്ണം 5800-ൽ നിന്ന് 10000-ആയി ഉയർത്തും. ഈ സാമ്പത്തിക വർഷത്തിൽ 40 മുതൽ 50 ഷോറൂമുകൾ തുറക്കും. കേരളത്തിലും കർണാടകയ്ക്കും തമിഴ്നാടിനും പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും GCC രാജ്യങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയാകുക എന്നതാണ് ലക്ഷ്യമെന്നും ഷാജി വ്യക്തമാക്കി. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് നല്ല റെസ്പോൺസ് ഉണ്ട്. അതിലാണ് ഒരുപാട് കാറ്റഗറി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. എനിക്ക് കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങണമെന്നുണ്ട്. അതിനൊക്കെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ തുടങ്ങുന്നതാണ് ആഗ്രഹം. ഈ വർഷം തന്നെ തുടങ്ങണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ വർഷം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് 4000 പേർക്ക് നമ്മുടെ ഒരു ഫാമിലി സ്ട്രെങ്ത് 10000 പേർക്ക് ആക്കാന്നുള്ളതാണ്. ഓരോ വർഷവും വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. അപ്പം നേരത്തെ ഞാൻ തന്നെ ഇതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരത്തെ നിങ്ങൾ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ 5000 കോടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം 5000 കോടിയിൽ നിന്ന് ഞങ്ങൾക്ക് 5550 കോടിയുടെ വിറ്റുവരവ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ ഈ വർഷവും ഞങ്ങൾ നേരത്തെ പറയുകയാണ് ഞങ്ങൾ 7500 കോടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതും നടക്കട്ടെ എന്നുള്ളത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. കോഴിക്കോട്ട് 2006-ൽ 200 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ 3G മൊബൈൽ വേൾഡാണ് ഇന്ന് 150-ലധികം മൈജി ഫ്യൂച്ചർ ഷോറൂമുകളായി വളർന്നത്. ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ എന്നിവരാണ് മൈജി ബ്രാൻഡ് അംബാസഡർമാർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾ 31 ദിവസം പിന്നിട്ടു. 51 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. മെയ് 8-നാണ് മഹാകുംഭാഭിഷേകം. മെയ് 2-ന് മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കും. അതിനായി യാഗശാലയുടെ പ്രവൃത്തികൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. മെയ് 8-നാണ് ജീർണോദ്ധാരണ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം.
കുംഭാഭിഷേക ചടങ്ങുകളുടെ ഭാഗമായി MGT മാതൃസമിതിയുടെ ലളിത ത്രിശതി, ശാന്തിയൻ പാർട്ടിയുടെ നൃത്തം, അമ്മയ മനോജിന്റെ ഭരതനാട്യം, ബാംഗ്ലൂർ ദയാനാരായണന്റെ സംഗീത കച്ചേരി, മേധ ശ്രീനിവാസന്റെ നൃത്ത പരിപാടി, ഗോവിന്ദപുരം ധ്വനി കലാക്ഷേത്രം അവതരിപ്പിച്ച മഹാകാളി നൃത്തശില്പം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബേപ്പൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി അപകടത്തിൽപ്പെട്ട ആയിഷ ബോട്ടിലെ 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് ബേപ്പൂർ ഹാർബർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹാർബർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുൻവശത്താണ് ധർണ നടത്തിയത്. ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം കൗൺസിലർ ഷിനു പിന്നാണത്ത് നിർവഹിച്ചു. ഹാർബർ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കരിച്ചാലി പ്രേമൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ഹാർബറിലെ സംഘടനാ പ്രതിനിധികൾ, ഹാർബറിലെ തൊഴിലാളികൾ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ നീതിക്കായി പോരാടാൻ അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ്. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുല്ലൈലി. അതിരാത്രത്തിന്റെ ഭാഗമായി വിദ്വൽ സദസ്. അറുപത്തിമൂന്നാമത് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന് മെയ് 3 കോഴിക്കോട്ട് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.